നമ്മൾ അടുത്ത ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുകയാണ്. അതാണ് സ്റ്റാക്ക്. അപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് സ്റ്റാക്കിൻ്റെ ബേസിക് പോയിന്റുകൾ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ട് സ്റ്റാക്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാക്ക് പറയുന്നതിനേക്കാൾ മുന്നേ നമ്മൾ സി ഡി ഒക്കെ ഇട്ട് വെക്കുന്ന ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. സി ഡി ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡ്. ആ സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഈ ഒരു സൈഡ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സി ഡി ഇടുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യത്തെ സി ഡി ആദ്യത്തെ ഒന്നിട്ടു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സി ഡി. അടുത്തതിട്ടു 2, 3, 4, 5, 6. 6 എൻ്റെ സ്റ്റാക്ക് ഫുള്ളായി പോയി. ഓക്കെ. ഇപ്പോൾ ഞാനിങ്ങനെ ഇടുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വഴിക്കൂടിനെയാണ് ഇട്ടത്. ഓക്കെ. ഇനി ഈ ഒരു സി ഡീനെ എനിക്ക് എടുക്കണം. ഈ 5ാമത്തെ സി ഡീനെയാണ് എടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ എനിക്ക് ആദ്യം 6ാമത്തെ സി ഡീനെ റിമൂവ് ചെയ്ത് എടുത്ത് അതിന് ശേഷം മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 5ാമത്തെ സി ഡീനെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആണല്ലോ. ഇതുപോലെയാണ് എന്ത്, സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ഒരെൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഒരെൻഡ് വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻസേർഷനും ഡിലീഷനും പോസിബിൾ ആവത്തുള്ളൂ. അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്, ടോപ്പ്. ആ ഒരു എൻഡിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ടോപ്പ്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഒരെൻഡ് എപ്പോഴും ക്ലോസ്ഡും മറ്റൊരെൻഡായിരിക്കും ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്. ആ എൻഡ് വഴിയായിരിക്കും നമ്മൾ ഇൻസേർഷനും ഡിലീഷനും നടക്കുക. ഓക്കെ. സ്റ്റാക്കിൽ ഇൻസേർഷൻ നമ്മൾ വിളിക്കുന്നൊരു പേര് പുഷ് എന്നും ഡിലീഷനെ നമ്മൾ വിളിക്കുന്നൊരു പേര് പോപ്പ് എന്നും ആയിരിക്കും. ഓക്കെ. ഇനി നോക്കിക്കേ, ഈ 6ാമത്തെ സി ഡി ആവില്ലേ ആദ്യം ഡിലീറ്റ് ആവുക അല്ലെങ്കിൽ ആദ്യം റിമൂവ് ആവുക. അതിനുശേഷം 5, അതിനുശേഷം 4, അതിനുശേഷം 3, അതിനുശേഷം 2, അതിനുശേഷം 1. ആ രീതിയിലല്ലേ പോവുള്ളൂ. അപ്പോൾ ആരാണോ ഏറ്റവും അവസാനം ഇൻസേർട്ടായത് അയാളാണ് ആദ്യം ഡിലീറ്റായി പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പറയാം, ആരാണോ ആദ്യം ഇതിലേക്ക് ഇൻസേർട്ടായത് അയാളാണ് ലാസ്റ്റ് ഡിലീറ്റായി പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാം, സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത് ലിഫോ അല്ലെങ്കിൽ ഫിലോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളാണ്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. 6ാമതാണ് ലാസ്റ്റായിട്ട് ഇൻ ചെയ്തത്, അത് ഫസ്റ്റ് ഔട്ടായിപ്പോയി. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട്, ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. അപ്പോൾ ഇത് ചെയ്യുന്നത് ലിഫോ ഓർ ഫിലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഇനി നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചത് പ്രകാരം ഇതിലേക്ക് എനിക്ക് ഇനി ഒരു സി ഡീനെ ഇട്ട് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ സി ഡി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു സ്പേസ് തീർന്നു പോയില്ലേ. ഇതിൻ്റെ സി ഡി ഇട്ട് വെക്കുന്ന ഒരു സ്റ്റാൻഡിൽ മൊത്തം ഞാൻ എന്ത് ചെയ്തു, മാക്സിമം കൊള്ളാവുന്ന സി ഡികൾ ഇട്ട് വെച്ച് കഴിഞ്ഞു. ഇതിലേക്ക് എനിക്ക് ഇനി ആരെയും ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് പറയാം, ഒരു സ്റ്റാക്കിനൊരു സൈസ് നമ്മൾ പറഞ്ഞാൽ ആ സൈസ് ഫുള്ളായാൽ പിന്നെ എനിക്ക് ആരെയും അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനാണ് എന്ത്, ഓവർഫ്ലോ. സ്റ്റാക്ക് ഫുള്ളാവുന്നതിന് പറയുന്നൊരു കണ്ടീഷനാണ് ഓവർഫ്ലോ. ഇനി ഞാൻ ആദ്യം 6നെ എടുത്തു കളഞ്ഞു. അതിനുശേഷം 5നെ എടുത്തു, 4നെ എടുത്തു, 3നെ എടുത്തു, 2നെ എടുത്തു, 1നെ എടുത്തു. ഈ എല്ലാ ആൾക്കാരും എടുത്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ എടുക്കാൻ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെയല്ലേ ആ ഒരു സി ഡീൻ്റെ സ്റ്റാൻഡ് ഉണ്ടാവുക? ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ. അപ്പോൾ നമ്മൾ പറയുകയാണ്, എംപ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിൽ നിന്ന് നമ്മൾ ഒരാളെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെ പറയുന്നൊരു പേരാണെന്ത്, അണ്ടർഫ്ലോ. അല്ലെങ്കിൽ സ്റ്റാക്ക് എംപ്റ്റി ആണ് എന്ന് പറയുന്നതിനെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പേരാണെന്ത്, അണ്ടർഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു. ഒരു എൻഡേ ഉണ്ടാവുള്ളൂ. ആ എൻഡിനെ നമ്മൾ ടോപ്പ് എന്ന് വിളിക്കുന്നു. ഇൻസേർഷനെ പുഷ് എന്നും ഡിലീഷനെ പോപ്പ് എന്നും വിളിക്കുന്നു. ഫുള്ളായി കഴിഞ്ഞ കണ്ടീഷനെ ഓവർഫ്ലോ എന്നും ഒന്നുമില്ലാത്തൊരു കണ്ടീഷനെ അണ്ടർഫ്ലോ എന്നും വിളിക്കുന്നു. ഇനി ഒരു ADT എന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടുണ്ടല്ലോ. എന്താ അത്? അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് മൊഡ്യൂളിലല്ലേ. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമ്മളൊരു മേലെക്കൂടെ കാര്യം പറയുന്നു എന്നുള്ളത് മാത്രം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും. പുഷ് എന്ന് പറഞ്ഞാൽ ഇൻസേർഷനാണ്. ഇൻസേർഷൻ പുഷ് അതെങ്ങനെ നടക്കുന്നു എന്നുള്ളത്, അല്ലെ പോപ്പ് ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള, എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഇൻഡെപ്ത് നോളജ് ആര് പറഞ്ഞു തരുന്നില്ല, സ്റ്റാക്ക് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാക്കിനൊരു ADT ആണ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് ബേസ്ഡ്
ഡാറ്റ സ്ട്രക്ചറാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നൊരു കാര്യം പറഞ്ഞു വെക്കാം. നമുക്കൊരു സ്റ്റാക്കിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അറേൻ്റെയോ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെയോ ഹെൽപ്പ് ആവശ്യമാണ്. ഓക്കെ.